കൂടിപ്പോയാൽ 100 വയസ്സ് വരെ കൂടും, അതിനെക്കാലം കൂടുകയില്ലല്ലോ. 100 വർഷക്കാലമായിരിക്കും ഞാനും നിങ്ങളും ഏറ്റവും കൂടിപ്പോയാൽ ജീവിക്കുന്നത്, അതിനെക്കാലം കൂടുതൽ ജീവിക്കുന്നത് വല്ലാത്ത എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു മനുഷ്യന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ മനുഷ്യൻ ജീവിച്ചത് 500 കൊല്ലമാണ്. 500 കൊല്ലമാണ് ഈ മനുഷ്യൻ ജീവിച്ചത്. ഈ മനുഷ്യൻ എന്റെ 500 കൊല്ലം ചുമ്മാതെ കളിച്ച് ചിരിച്ച് സുഖിച്ച് നടക്കുകയല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, സമുദ്രത്തിന്റെ മുകളിൽ മുസല്ല വിരിച്ചിട്ട് നിസ്കരിക്കുകയാണ്. സമുദ്രത്തിന്റെ മുകളില് മുസല്ല വിരിച്ചിട്ട് അല്ലാഹുവിനെ ഇബാദത്തുകൾ ചെയ്യുകയാണ്. രാവും പകലും ഇബാദത്താ, ഒരല്പസമയം പോലും ഉറങ്ങാറില്ല. രാവും പകലും അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുകയാണ്. ഈ മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം എന്തെന്നറിയുമോ? ഒരു റുമ്മാമ്പഴം എല്ലാ ദിവസവും കഴിക്കാറുണ്ട്. ഒരേ ഒരു റുമ്മാമ്പഴം മാത്രം എല്ലാ ദിവസവും കഴിക്കാറുണ്ട്. പച്ചവെള്ളമാണ് കുടിക്കുന്നത്. പച്ചവെള്ളമാണ് കുടിക്കുന്നത്. പച്ചവെള്ളവും കുടിച്ച് ഒരേ ഒരു റുമ്മാമ്പഴം കടിച്ചുകൊണ്ട് 24 മണിക്കൂർ രാവും പകലും അല്ലാഹുവേ 500 കൊല്ലം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുകയാ. കുടുംബവുമായി ബന്ധമില്ല, സമൂഹവുമായി ബന്ധമില്ല, നാടുമായി ബന്ധമില്ല. പടച്ചവരെ, ഈ മനുഷ്യനെ ഇബാദത്ത് ചെയ്യുന്നതാ സമുദ്രത്തിന്റെ മുകളിലിരുന്നാട് 500 കൊല്ലം ഇബാദത്ത് ചെയ്ത ഈ മനുഷ്യന് മരണപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, ഈ മനുഷ്യൻ നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹുവിന്റെ മുന്നിലേക്ക് 500 കൊല്ലം ഇബാദത്ത് ചെയ്ത ഈ മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു ഈ മനുഷ്യനോട് പറയും, മനുഷ്യാ, വേണമെങ്കിൽ എന്റെ ഔദാര്യം കൊണ്ട് നീ സ്വർഗത്തിലേക്ക് കടന്നു വെക്കോ. 500 കൊല്ലം ഇബാദത്ത് ചെയ്ത മനുഷ്യനോട് അല്ലാഹു പറയുകയാണ്, വേണമെങ്കിൽ എന്റെ ഔദാര്യം കൊണ്ട് നീ സ്വർഗത്തിലേക്ക് കടന്നു പോക്കൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഈ സമയത്ത് ഈ മനുഷ്യൻ അല്ലാഹുവോട് പറയും, അല്ലാ, എനിക്ക് നിന്റെ ഔദാര്യം വേണ്ട, എനിക്ക് നിന്റെ ഔദാര്യം വേണ്ട, എനിക്ക് നീ വെറുതെ സ്വർഗം തരണ്ട. പടച്ചവനെ 500 വർഷക്കാലം സമുദ്രത്തിന്റെ മുകളിൽ നിന്ന് പച്ചവെള്ളവും റുമ്മാമ്പഴവും കടിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തവനാണ്. അതിനു പകരമായി എനിക്ക് സ്വർഗം തന്നാ മതി റബ്ബേ. നാളെ പടച്ചവരോട് ഈ മനുഷ്യൻ പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അല്ലാഹു മലക്കുകളെ വിളിക്കുകയാ, അല്ലാഹു മലക്കുകളെ വിളിക്കുകയാ. എന്നിട്ട് പറയുന്നു, മലക്കുകളെ, ഈ മനുഷ്യന് ഞാൻ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് പകരമായി 500 കൊല്ലത്തെ ഇബാദത്ത് മതിയായോ എന്ന് അളന്നു നോക്കാൻ പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മലക്കുകൾ അളന്നു നോക്കുകയാ, 500 കൊല്ലത്തെ ഇബാദത്ത് അളന്നു നോക്കുകയാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് തലതാഴ്ത്തിക്കൊണ്ട് പടച്ചവന്റെ മുന്നിലേക്ക് മലക്കുകൾ കടന്നു വന്നിട്ട് പറയുന്നു, അല്ലാ, ഈ മനുഷ്യൻ ഒരുപാട് അനുഗ്രഹങ്ങൾ നീ ചെയ്തിട്ടുണ്ട്, ഈ മനുഷ്യൻ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് 2 കണ്ണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, മലക്കുകൾ പറയുന്നു, അല്ലാ, ഈ മനുഷ്യന് കൊടുത്ത 2 കണ്ണുണ്ടല്ലോ, ആ കണ്ണെന്ന് പറയുന്ന 2 അവയവത്തില്, ആ അവയവത്തിലെ ഒരവയവത്തിന് പകരമായിട്ട് പോലും 500 കൊല്ലത്തെ ഇബാദത്ത് മതിയായില്ല റബ്ബേ. 500 കൊല്ലം ഇബാദത്ത് ചെയ്ത മനുഷ്യനുണ്ടല്ലോ, അവസാനം അല്ലാഹുവിന്റെ മുന്നിൽ കിടന്ന് കരഞ്ഞു വിളിച്ച്, പടച്ചവന്റെ മുന്നിൽ കിടന്ന് കരഞ്ഞിട്ട് അവസാനം അല്ലാഹുവിന്റെ കരുണ കൊണ്ടാണ് സ്വർഗത്തിലേക്ക് കടന്നു പോയതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ അനുയായികളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ പാതിരാത്രി കടന്നു വന്നവരെ അല്ലാഹു കരുണ കാണിക്കാത്ത, അല്ലാഹു സംസാരിക്കാത്ത, അല്ലാഹു വന്ന് മുഖത്ത് പോലും നോക്കാത്ത 3 വിഭാഗം ജനങ്ങളുണ്ട്. 3 വിഭാഗം ജനങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അവരാരാ നബിയേ, അവരാരാ നബിയേ? പാതിരാത്രി കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ടവര് അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു കൊടുക്കുകയാണ്, നാളെ പടച്ചവന്റെ പരലോകത്ത് പടച്ചവന്റെ കരുണ കിട്ടാത്ത, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം പോലും കിട്ടാത്ത
മൂന്ന് വിഭാഗങ്ങളിൽ ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയുവോ? യാ സഹാബാ, പ്രായം ചെന്നിട്ടും വ്യഭിചരിക്കുന്നവനുണ്ടല്ലോ, പ്രായമായിട്ടും വ്യഭിചരിക്കുന്നവനുണ്ടല്ലോ, അവനോട് നാളെ റബ്ബ് കരുണ കാണിക്കില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി.